സമസ്തയിൽ വീണ്ടും അനുനയ ചർച്ചകൾ നടക്കുകയാണ്. മുസ്ലിം ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങളുമായാണ് ജിഫ്രി തങ്ങൾ നേരിട്ട് ചർച്ച നടത്തുന്നത്. നിലവിലുള്ള വിഭാഗീയത പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് നടക്കുന്നത് എന്നാണ് ഇന്ത്യാസ് കരീം കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യാസ് നമുക്കൊപ്പമുണ്ട്. ഇന്ത്യാസ്, ഭിന്നത പല ഘട്ടങ്ങളിലും പരസ്യമായി മറനീക്കി പുറത്തു വരുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഇടപെടൽ അത് ഫലം കാണും എന്ന സൂചനയുണ്ടോ? അത്തരത്തിൽ ഗൗരവതരമായ ചർച്ചകളിലേക്ക് കടക്കുകയാണോ? രതീഷ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഏറ്റവും ഒടുവിൽ സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചിരുന്നു. ആ സ്വാഗത സംഘത്തിൻ്റെ യോഗങ്ങൾ പല തവണയായി പല ഘട്ടങ്ങളിലായിട്ട് നടന്നിരുന്നു. എന്നാൽ ഈ യോഗങ്ങളിൽ നിന്നെല്ലാം സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം പൂർണ്ണമായും വിട്ടുനിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. സാദിഖലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം. എന്നാൽ കഴിഞ്ഞ ദിവസമൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തതോടുകൂടി ജിഫ്രി തങ്ങൾ തന്നെ ഈ ഒരു അനുനയ നീക്കത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എന്ന് വേണം കരുതാൻ. ഇന്ന് കോഴിക്കോട്ടെ സമസ്ത ഓഫീസിൽ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തെയും ലീഗ് വിരുദ്ധ വിഭാഗത്തെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടാണ് ചർച്ച നടക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ലീഗ് അനുകൂല വിഭാഗം സമസ്ത നേതൃത്വത്തിന് മുൻപിൽ വെച്ച ചില ആവശ്യങ്ങളുണ്ട്, ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളൊന്നും കൃത്യമായി ഇവർ പരിഗണിക്കുന്നില്ല, പരിഹരിക്കുന്നില്ല എന്ന ഒരു ആക്ഷേപമാണ് ലീഗ് അനുകൂലികൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിൽ തന്നെ പുറത്താക്കിയ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുക, ഈ സ്വാഗത സംഘത്തിൽ തന്നെ ലീഗ് അനുകൂല വിഭാഗത്തിന് വേണ്ടത്ര പരിഗണനയില്ല, വേണ്ടത്ര പ്രാതിനിധ്യമില്ല എന്ന പരാതികളൊക്കെയാണ് ലീഗ് അനുകൂല വിഭാഗം ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ മുഷാവറയിലെ ഉമർ ഫൈസി മുക്കമടക്കമുള്ള മുഷാവറ അംഗങ്ങളെ ഇരുത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് യോഗം നടക്കുകയും ചെയ്തിരുന്നു. ദുബായിലടക്കം നടന്ന നേതൃയോഗ 100ാം വാർഷിക യോഗത്തിൽ നിന്നടക്കമാണ് സാദിഖലി തങ്ങൾ വിട്ടുനിന്നിരുന്നത്. അങ്ങനെ 100ാം വാർഷികം വരുമ്പോഴേക്കും ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന ഒരു രീതി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു അനുനയ നീക്കത്തിന് ഇപ്പോൾ മുൻകൈ ജിഫ്രി തങ്ങൾ തന്നെ എടുത്തിരിക്കുന്നത്. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി അടക്കം PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും ലീഗിലെ മറ്റു മുതിർന്ന നേതാക്കളും സമസ്തയിലെ ജിഫ്രി തങ്ങൾ അടക്കമുള്ളവർ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയെങ്കിലും അവിടെയൊന്നും പരിഹാരം കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നമായി നിന്നിരുന്നത് ഈ ലീഗ് അനുകൂല വിഭാഗം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സമസ്ത നേതൃത്വം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ലീഗ് വിരുദ്ധ പക്ഷവും ലീഗ് അനുകൂല വിഭാഗവും തമ്മിൽ പരസ്പരം ചേരിപ്പോരും രൂക്ഷമായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ജിഫ്രി തങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സമസ്ത ഓഫീസിൽ നേരത്തെ നടത്തിയ അനുനയ നീക്കങ്ങൾ ഫലം കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഗൗരവത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഒരു മധ്യസ്ഥ ചർച്ച, അത്തരമൊരു ഇടപെടൽ ഉണ്ടാകുന്നത്.